എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വ്യാഴം 2 ദിവസമായി, ജൂൺ 2-ാം തീയതിയാണ് വ്യാഴം ഗ്രഹം മാറിയത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നക്ഷത്രങ്ങൾക്ക് ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് നമുക്ക് 4 ദിവസങ്ങളായിട്ട് മഹാവിഷ്ണുവിന് നമ്മുടെ ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെയാണ് ലൈവിലാണ് നമുക്ക് പെരുന്നാളൊക്കെ ഇടാനായിട്ട് സാധിക്കുക. ഓക്കെ, പെരുന്നാളിട്ട് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് അർച്ചനകൾ നടക്കുക. ഇന്നലെ നമ്മൾ സുദർശന മന്ത്രാർച്ചനയായിരുന്നു നടത്തിയത്. ഇന്ന് നമ്മൾ 10,000 ഒരു മന്ത്രാർച്ചനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പെരുന്നാൾ വന്നവരെല്ലാവരും പെരുന്നാൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഇന്ന് ദക്ഷിണയൊക്കെ അയക്കണമെങ്കിൽ നമുക്കിതിനകത്ത് സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലൂടെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ വ്യാഴഗ്രഹം മാറി, അപ്പോൾ അതിനെക്കുറിച്ചാണെന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വടക്കും ഭാഗത്ത് കരുനീലി അമ്മയുടെ മഠത്തിലെ, അപ്പോൾ നമ്മുടെ മഠത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ അതുപോലെ ആർക്കും ഭഗവതിയുടെ വിഗ്രഹത്തിൽ പൂഴിഞ്ഞ് സമർപ്പിക്കാവുന്നതാണ് മലയാറ്റൂർ വടക്കും ഭാഗത്ത് കരുനീലി മഠത്തിൽ. അപ്പോൾ നമ്മുടെ ദുരിതങ്ങളൊക്കെ ദൈവത്തിലേക്ക് നമ്മൾ ആവാഹിച്ച് ഒഴിഞ്ഞ് ഭഗവതിയുടെ അടുത്തേക്ക് ഇടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചൈതന്യമാണ്. അപ്പോൾ ആ സമയം നമുക്ക് ഓരോ നാൾക്ക് വർദ്ധിച്ചു വരുന്ന ജനങ്ങളുടെ ഒരു പെരുപ്പം മൂലം നമുക്കവിടെ അസൗകര്യമുള്ളതിനാൽ നമുക്ക് കുറച്ച് സ്ഥലം മേടിച്ച് ദൈവനെ അവിടേക്ക് കുടിയിരുത്തുക എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ തുകകൾ 10 രൂപ തൊട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കുക. അപ്പോൾ ഭഗവതിക്ക് ഒരു അടി മണ്ണ് മേടിക്കാനായിട്ട് നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്ക് വീടില്ല, നിങ്ങൾ വാടക കിടക്കുന്ന ഒരു രോഗാതുരിതങ്ങൾ, അപകടങ്ങളുള്ളൊരു ജോലി സംബന്ധമായ ദോഷങ്ങൾ, വ്യാഴഗ്രഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവസാന ഭാഗത്താണ് നമ്മളതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളൊക്കെ പറയുക. അപ്പോൾ വ്യാഴം നമ്മൾ എങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച ലഗ്നത്തിൻ്റെ 2, 5, 7, 9, 11 ഭാവങ്ങളിലൊക്കെ വ്യാഴം നിന്നാൽ നല്ല ശുഭകാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 1, 3, 4, 6, 8, 10, 12 ഭാവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യാഴം പിഴച്ചു, ദോഷമുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ കുറച്ച് നക്ഷത്ര ജാതർ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുക. അപ്പോൾ അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ നാളുകളാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും അർച്ചനകളിലൊക്കെ പങ്കെടുക്കുക. അപ്പം നമുക്ക് ദോഷമുള്ള കൂറുകളെ കുറിച്ചിട്ടാണ് പറയാം. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക അവസാന പാദം 3 പാദം, രോഹിണി മകയിരം ആദ്യ പാദം 2 പാദം. അപ്പോൾ ഇവർക്ക് 3-ലാണ് വ്യാഴം നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദോഷമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾക്കുള്ള കാര്യതടസ്സങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം ഉണ്ടാവുക, ധനനഷ്ടം ഉണ്ടാവുക എന്നിവയ്ക്കുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സമയമാണ്. പിന്നെ പറയുക, കർക്കിടക കൂറിൽപ്പെട്ട പുണർദം അവസാനം 1-ാം പാദവും അതുപോലെ തന്നെ പൂയം ആയില്യം ചേർന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴം ജന്മരാശിയിൽ 1-ാം പാദത്തിൽ വരുന്നതിനാൽ വ്യാഴം 1-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും അനാവശ്യ യാത്രകൾ എന്നിവയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിങ്ങക്കൂറി വരുന്ന മകം പൂരം ഉത്രം ആദ്യ 1-ാം പാദം വ്യാഴം 12-ാം ഭാവത്തിൽ ആയതിനാൽ അനാവശ്യ ചിലവുകൾ, അലച്ചിൽ, സമാധാനക്കുറവ്, സ്വസ്ഥതയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ഇതാണ് ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3 പാദം ചേരുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം 10-ാം ഭാവത്തിൽ വരുന്നതിനാൽ തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാകും, സ്ഥലമാറ്റം ഉണ്ടാകും, ജോലി സമ്മർദ്ദമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറിൽ പെടുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യം 1-ാം പാദം വ്യാഴം 8-ാം ഭാവത്തിൽ അല്ലെങ്കിൽ അഷ്ടമ വ്യാഴമായിട്ടാണ് നിൽക്കുന്നത്. കഠിന പ്രയത്നം വേണ്ടി വരും, ധനനഷ്ടം, അപവാദമൊക്കെ കേൾക്കുന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുംഭക്കൂർ എന്ന് പറയുന്നത് അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം ചേർന്ന കുംഭക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ ശല്യം ഉണ്ടാവാം, കടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറയുന്നത്, ഇപ്പോൾ ഇടവക്കൂറുകാരിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം ഈ വ്യാഴം പഴിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. അപ്പോൾ മഹാവിഷ്ണുവിലാണ് കൂടുതലും ചെയ്യുക. അപ്പോൾ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, കാര്യതടസ്സങ്ങളൊക്കെ മാറാനായിട്ട് മഹാവിഷ്ണു എല്ലാ കാർത്തിക വരുന്ന അല്ലെങ്കിൽ രോഹിണി വരുന്ന മകയിരം വരുന്ന നക്ഷത്രം തോറും നമ്മൾ ഭഗവാന് നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, അതുപോലെ തന്നെ രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ വഴിപാടായിട്ട് നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്.
അത് ഏതൊക്കെ നക്ഷത്രം? ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന 3 പാദം, രോഹിണി മകരം ആദ്യ 2 പാദം ചേർന്ന ഇടവക്കൂറുകാരാണ് ഞാനീ പറഞ്ഞ നെയ്വിളക്ക്, ഭാഗ്യസൂക്തം, രാജഗോപാല മന്ത്രാർച്ചന വ്യാഴാഴ്ച ദിവസം എല്ലാം നിങ്ങളുടെ നാൾ വരുന്ന എല്ലാ മാസത്തിലും നടത്തേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർത അവസാന അവസാന പാദം, പൂയം, ആയിൽ ചേർന്ന നക്ഷത്രക്കാർ. നിങ്ങളുടെ ജന്മരാശിയിലാണ് 1-ാം ഭാവത്തിലായി വരുന്നതിനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, അനാവശ്യ യാത്രകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, മനസ്സമ്മർദ്ദം കുറയ്ക്കാനായിട്ട്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാം ഈ നാൾ വരുന്ന സമയം തോറും കളഭാഭിഷേകം നടത്തുന്നതും അതുപോലെ തന്നെ ധന്വന്തരി മന്ത്രാർച്ചന, നെയ്വിളക്ക് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ 1-ാം പാദം എന്നിവ വ്യാഴം 12-ലായതിന് അനാവശ്യമായിട്ടുള്ള ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരേണ്ട അരച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിറന്നാൾ തോറും, അതായത് നാൾ തോറും ഭഗവാന് തുളസിമാല, അതുപോലെ തന്നെ നെയ്വിളക്ക്, അതുപോലെ തന്നെ ഭഗവാന് ത്രിമധുര നിവേദ്യം ഒക്കെ നടത്തുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ദോഷങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം പാദം ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കർമ്മരംഗത്തൊക്കെ അത് മാറ്റാനായിട്ട് രാജഗോപാല മന്ത്രാർച്ചനയും നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും എല്ലാ വ്യാഴാഴ്ച തോറും നടത്തുക. അതുപോലെ തന്നെ പക്കാപ്പിറന്നാൾ വരുമ്പോൾ സഹസ്രനാമാർച്ചന നടത്തുന്നതും അല്ലെങ്കിൽ സഹസ്രനാമ പാരായണം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ മഞ്ഞ വസ്ത്രമൊക്കെ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം വരെയുള്ള അവർക്ക് അഷ്ടമത്തിലാണ് അയക്കണത്. അപവാദം കേൾക്കാനുള്ള സാധ്യതയൊക്കെയുള്ള സമയത്ത് അനന്തഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും രാജഗോപാല മന്ത്രാർച്ചന വ്യാഴാഴ്ച തോറും മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചയും തുളസിമാല, നെയ്വിളക്ക്, രാജഗോപാലം, ഭാഗ്യസൂക്താർച്ചന ഇത്രയും കാര്യങ്ങൾ നടത്തുക. അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2-ാം പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം ചേർന്ന കുംഭക്കൂറുകാർ ശത്രുശല്യം, കടബാധകൾ, ആരോഗ്യപരം ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വ്യാഴാഴ്ച തോറും സഹസ്രനാമാർച്ചനല്ല, സുദർശന മന്ത്രാർച്ചന, അതുപോലെ രാജഗോപാല മന്ത്രാർച്ചന, തുളസിമാല, നെയ്വിളക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സുദർശന മന്ത്രാർച്ചന, രാജഗോപാല മന്ത്രാർച്ചന, നെയ്വിളക്ക്, തുളസിമാല ഇത്രയും വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും, വ്യാഴത്തിൻ്റെ ദോഷങ്ങളും മാറും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഒരു 10-12 ദിവസത്തേക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ലൈവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ദക്ഷിണ എന്തെങ്കിലും കാര്യങ്ങൾ അയക്കണമെങ്കിൽ അതിനകത്ത് സൂപ്പർ ചാറ്റ് വഴി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വ്യാഴം പിഴച്ച് നിൽക്കുന്നതിനായിട്ട് മഹാവിഷ്ണുക്ഷേത്രം ആയതുകൊണ്ട്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മഹാവിഷ്ണുക്ഷേത്രം ആയതുകൊണ്ട് മഹാവിഷ്ണുക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9 മണി വരെ നിങ്ങൾക്ക് അർച്ചന ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ പേരുന്നാളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വടക്കുംഭാഗത്ത് കരുനീലയമ്മയുടെ സ്ഥലം മേടിക്കുന്നതിന് 1 അടി മണ്ണ് നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയാവുന്ന ഒരു തുക സമർപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ വ്യാഴഗ്രഹത്തിനൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ദേവിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നന്ദി, നമസ്തേ.